കുസ്കോയിലെ സാന്തോ ഡൊമിംഗോ കോൺവെന്റിനുള്ളിൽ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ബൃഹത്തായ ഒരു മന്ദിര സമുച്ചയം, ഒരു പള്ളിയും നടുമുറ്റത്തോടു കൂടിയ വലിയൊരു കോൺവെന്റും അതിൽ ഉൾപ്പെടുന്നു. ഇൻകാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രമുഖ ക്ഷേത്രമായിരുന്ന കോറിക്കഞ്ച നിന്നിടത്താണ് ഇപ്പോൾ ഈ കെട്ടിടം. ആ ക്ഷേത്രത്തിന്റെ ശിലകൾ കൊണ്ടാണ് പള്ളിയും കോൺവെന്റും നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ കാലത്ത് അതീവ ശ്രദ്ധയോടെ കെട്ടിടം സംരക്ഷിക്കുന്നുണ്ട്. കോൺവെന്റിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തുറക്കുന്ന ഒരു മട്ടുപ്പാവാണ്. ഇവിടെ നിൽക്കുമ്പോൾ താഴെ പുൽമേട് കാണാം. കോറിക്കഞ്ചയോടനുബന്ധിച്ചുള്ള ഉദ്യാനമായിരുന്നു പണ്ട് അവിടം. ഇൻകാകളുടെ ജലസേചന സംവിധാനങ്ങളുടെയും ക്ഷേത്ര മതിൽക്കെട്ടിന്റെയും അവശിഷ്ടങ്ങൾ അവിടെ ചിതറിക്കിടപ്പുണ്ട്. പാതയ്ക്കപ്പുറം കുസ്കോ നഗരം മലനിരകളിലേക്ക് പടർന്നു വ്യാപിക്കുന്നത് കാണാം. അതിബൃഹത്തായ ഒരു നഗരം തന്നെയാണ് കുസ്കോ എന്ന് ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ വ്യക്തമാവും. ഈ കെട്ടിടങ്ങൾക്കിടയിൽ കുസ്കോയുടെ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. അതിനുമപ്പുറം മലഞ്ചെരുവിൽ ഒരു പള്ളി കാണാം. ബെലേൻ എന്ന സ്ഥലത്തെ പാരിഷ് ചർച്ചാണത്. 1550കളിൽ നിർമ്മിതമായ പള്ളി. ഇക്കാണുന്ന പുൽമൈതാനത്തിനു കീഴെ വലിയൊരു മ്യൂസിയമുണ്ട്. മൈതാനത്തെ അതിരിട്ട് ഇൻകകൾ നിർമ്മിച്ച കോട്ടമതിൽ. ഒരു കാലത്ത് സ്പെയിൻകാർ തകർത്തുകളഞ്ഞ ചരിത്ര നിർമ്മിതികളെ ഇന്ന് കുസ്കോ നഗരത്തിൽ ശ്രദ്ധയോടെ സംരക്ഷിച്ച് നിലനിർത്തുന്നുണ്ട്. 400 വർഷം മുൻപ് ഇൻകകളുടെ നിർമ്മിതികളെ തച്ചുടച്ചാണ് സ്പാനിഷ് അധിനിവേശക്കാർ ഈ ദേവാലയം പോലും ഉണ്ടാക്കിയത്. ഇക്കാണുന്നത് ഇൻക ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകളാണ്. കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത കല്ലുകൾ അടുക്കിപ്പണിത മതിൽ. 600 വർഷം മുൻപ് ഇൻകകൾ ഇവിടെ നിർമ്മിച്ച ക്ഷേത്രം എത്ര മനോഹരവും വിപുലവുമായിരുന്നെന്ന് ഈ കാഴ്ചയിലുണ്ട്. ക്ഷേത്രത്തിന്റെ ഒരു മൂലയാണിത്. ഇൻകാകളുടെ ഭരണകാലത്ത് കോറിക്കഞ്ചയുടെ ഉൾഭാഗത്തെ കൽമതിലുകളെയെല്ലാം സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരുന്നതായി ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. സ്പെയിൻകാർ ഇൻകാകളെ കീഴടക്കിയ കാലത്ത് ചക്രവർത്തിയായിരുന്ന അത്താഹു വാൽവ തന്റെ സാമ്രാജ്യത്തെ സ്വന്തമാക്കാൻ ആ സ്വർണം മുഴുവൻ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അത്താഹു വാൽവയെ വധിച്ചു കളയുകയും സ്വർണം മുഴുവൻ സ്വന്തം നാട്ടിലേക്ക് കടത്തുകയുമാണ് സ്പെയിൻകാർ ചെയ്തത്. പുറത്തേക്കിറങ്ങുമ്പോൾ ഈ പരിസരത്തുള്ള മിക്ക കെട്ടിടങ്ങളുടെയും താഴത്തെ നിലകൾ കോറിക്കഞ്ച പൊളിച്ചെടുത്ത ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാം. സാന്തോ ഡൊമിംഗോ പള്ളിയുടെ ഗോപുരവും ഭിത്തിയുടെ വലിയൊരു ഭാഗവും പണിതിരിക്കുന്നതും ഇൻക ക്ഷേത്രം പൊളിച്ചെടുത്ത കല്ലുകൾ കൊണ്ട് തന്നെയാണ്. ചെത്തിമിനുക്കിയെടുത്ത കല്ലുകൾ. ഇൻകാകളുടെ അതിമനോഹരമായൊരു നഗരത്തെ പൊളിച്ചടുക്കിയാണ് കൊളോണിയൽ കാലത്ത് കുസ്കോ നഗരത്തെ പുനർനിർമ്മിച്ചതെന്ന് ഈ കാഴ്ചകളിൽ നിന്നെല്ലാം വ്യക്തം. ഇന്ന് ഇതെല്ലാം കാണാൻ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കുസ്കോയുടെ പല ഭാഗങ്ങളിലായി ഇൻക സാമ്രാജ്യകാലത്തെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. 6 മുതൽ 10 നൂറ്റാണ്ടുകൾ വരെ പഴക്കമുള്ള നിർമ്മിതികൾ. ഇത് അത്തരമൊന്നാണ്. കുസിക്കാഞ്ച എന്നറിയപ്പെടുന്ന ചരിത്രശേഷിപ്പ്. ഇൻക സാമ്രാജ്യകാലത്ത് പ്രമാണിമാർ വസിച്ചിരുന്ന ഒരു ക്വാർട്ടറായിരുന്നു കുസിക്കാഞ്ച. സ്പെയിൻകാർ പിന്നീട് അവിടം ഒരു സൈനിക താവളമാക്കുകയായിരുന്നു. വന്ന വഴിയെ അല്ലാതെ മറ്റു ചില ഇടത്തെരുവുകളിലൂടെ ഞാൻ നടത്തം തുടർന്നു. പമ്പ ഡി കാസ്റ്റില എന്നാണ് ഈ തെരുവ് അറിയപ്പെടുന്നത്. ഈ തെരുവിന്റെയും ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളുടെ അടിഭാഗം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരു കാലത്ത് നഗരത്തിലുണ്ടായിരുന്ന ഇൻക നിർമ്മിതികൾ പൊളിച്ചെടുത്ത ശിലകൾ കൊണ്ട് തന്നെയാണ് അതെല്ലാം പണിതിരിക്കുന്നത്. മുകൾ നിലകളിലാവട്ടെ സ്പാനിഷ് ബാൽക്കണികളുമുണ്ട്. നീളൻ കെട്ടിടങ്ങളുടെ മുകൾ നിലകളിൽ ലോഡ്ജുകളും സത്രങ്ങളും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. താഴത്തെ നിലകളിലാവട്ടെ ചെറു റെസ്റ്റോറന്റുകൾ മുതൽ അലക്ക് കേന്ദ്രങ്ങൾ വരെയുണ്ട്. കാല്ലെ മുറാറി എന്നൊരു സ്ട്രീറ്റ് കടന്ന് ഞാൻ കാല്ലെ ലൊറേറ്റോ എന്നൊരു തെരുവിലേക്കെത്തി. ഇടുങ്ങിയ ഒരു തെരുവാണ് കാല്ലെ ലൊറേറ്റോ. ഇൻകകൾ നിർമ്മിച്ച മതിൽക്കെട്ടാണ് തെരുവിന്റെ ഇരുവശത്തും. അതിനു മുകളിൽ സ്പെയിൻകാർ പണിത നീളൻ കെട്ടിടങ്ങൾ. കുസ്കോയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രമുഖമായ ഇൻക നിർമ്മിതികളിലൊന്നാണ് ഈ ഇടത്തെരുവും മതിൽക്കെട്ടും. ഇവിടെ മതിലിന്റെ ഓരത്ത് ഒരു ഗോത്ര സ്ത്രീ ഇരിപ്പുണ്ട്. നൂൽ നൂൽക്കുകയാണവർ. ഇതാണ് ഇൻകകളുടെ പരമ്പരാഗത നൂൽനൂൽപ്പ് വിദ്യ. ഒരു കൈയിൽ പരുത്തി, മറുകൈ കൊണ്ട് കനമുള്ള ഒരു ദണ്ട് കറക്കിവിടുന്നു.
ആ കറക്കത്തിനനുസരിച്ചാണ് പരുത്തി പിരിഞ്ഞ് നൂലാവുന്നത്. നൂൽപ്പിലും നെയ്ത്തിലും വിദഗ്ധരാണ് അമേരിന്ത്യൻ ഗോത്രങ്ങൾ. പരുത്തിയും മൃഗരോമവും കൊണ്ട് അവർ ഭംഗിയുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നു. ഈ വിധം നൂറ്റെടുത്ത നൂലുകൊണ്ടുണ്ടാക്കിയ തുണികളാണ് സ്ത്രീ വിൽക്കാൻ വച്ചിരിക്കുന്നത്. ഇൻക വാസ്തുവിദ്യയുടെ പ്രമുഖമായ ഒരു ഉദാഹരണമായി ഗവേഷകർ വിലയിരുത്തുന്ന മതിൽക്കെട്ടാണ് ഇത്. 1000 വർഷം മുൻപ് തന്നെ ഇൻകകൾ ഇത്ര കൃത്യതയോടെ കല്ലുകൾ മുറിച്ചെടുത്തിരുന്നത് എങ്ങനെയാണെന്നത് കൗതുകകരമായ ഒരു ചിന്തയാണ്. ചെമ്പ്, ഓട്, കല്ല് എന്നിവ കൊണ്ടുള്ള ആയുധങ്ങളാണ് വലിയ ശിലാഖണ്ഡങ്ങളെ ഈ വിധം കൃത്യമായി മുറിച്ചെടുക്കാനും ചെത്തിമിനുക്കാനും ഇൻകകൾ ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഇരുവശവുമുള്ള മതിലുകൾ 2 കാലഘട്ടങ്ങളിൽ പണിതതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നീണ്ട ഒരു ഇടനാഴി കാല്ലെ ലൊറേറ്റോ ചെന്നുചേരുന്നത് കുസ്കോയുടെ പ്ലാസ മയോറിലേക്കാണ്. ഇപ്പോൾ ഇടതുവശത്തുള്ളത് കമ്പാനിയൻ ഓഫ് ജീസസ് ചർച്ചാണ്. നേരം ഉച്ചയായിട്ടുണ്ട്. കുട്ടികളുടെ സംഘങ്ങൾ സ്കൂളിൽ നിന്നും മടങ്ങുന്നു. അവരെ പിന്നിട്ട് നടന്ന് പ്ലാസ ഡി മയോറിലേക്കെത്തി. കുസ്കോ നഗരത്തിലെ ഏറ്റവും പ്രധാന ചത്വരം. ഇവിടെ നിന്നുമാണ് രാവിലെ ഞാൻ നഗരത്തിലൂടെയുള്ള സഞ്ചാരം തുടങ്ങിയത്. അതിരാവിലെ തുടങ്ങിയ നടത്തമാണ്. ഉച്ചയോടെ കുസ്കോ നഗരത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള കറക്കം പൂർത്തിയാക്കി വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു. കുസ്കോ നഗരത്തിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കഴിഞ്ഞു. ഇതാണ് കമ്പാനിയൻ ഓഫ് ജീസസ് ചർച്ച്. മറുഭാഗത്ത് കുസ്കോ കത്തീഡ്രൽ. ഇൻക ചക്രവർത്തിയുടെ കൊട്ടാരമുണ്ടായിരുന്നിടത്താണ് കത്തീഡ്രൽ. പ്ലാസ മയോറിന്റെ ഓരത്തെ കെട്ടിടങ്ങളുടെയെല്ലാം മട്ടുപ്പാവുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. സ്ക്വയറിന്റെ മധ്യത്തിൽ ഒരു ഉദ്യാനമാണ്. പുൽമേടും പൂച്ചെടികളും മരങ്ങളുമെല്ലാമുള്ള ഉദ്യാനം. അവിടെയും ആളുകൾ വിശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്ലാസ ഡി അർമാസ് എന്ന ഹോട്ടലാണ് ഇത്. 7000 രൂപയാണ് അവിടെ ഒരു മുറിയുടെ ദിനവാടക. ഞാൻ മുറിയെടുത്തിരിക്കുന്നതും അത്തരമൊരു ഹോട്ടലിലാണ്. പ്ലാസ മയോറിലെ ഉദ്യാനത്തിൽ പല സ്മാരക ഫലകങ്ങൾ കാണാം. കുസ്കോയുടെ ചരിത്ര പുരുഷന്മാരുടെയും പ്രധാന സംഭവങ്ങളുടെയും എല്ലാം സ്മാരകങ്ങൾ അതിലുണ്ട്. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ കുസ്കോയുടെ പ്ലാസ മയോറിലൂടെ കടന്നുപോയ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇൻക സാമ്രാജ്യകാലത്ത് ഇതിലും വിസ്തൃതമായിരുന്നു ഈ ചത്വരം. സ്പാനിഷ് അധിനിവേശമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇൻക സാമ്രാജ്യത്തിൽ വലിയൊരു ആഭ്യന്തര കലാപമുണ്ടായിരുന്നു. അധികാരത്തിനു വേണ്ടി ഒരു ചക്രവർത്തിയുടെ 2 മക്കൾ തമ്മിലുണ്ടായ പോരാണ് ആഭ്യന്തര കലാപത്തിന് കാരണമായത്. അക്കാലത്ത് വലിയ ഏറ്റുമുട്ടലുകളുടെ വേദിയായി മാറിയിരുന്നു ഈ ചത്വരം. സ്പാനിഷ് അധിനിവേശത്തോടെ ചത്വരത്തിനു ചുറ്റും നീളൻ കെട്ടിടങ്ങളുടെ നിരകൾ വന്നു. അതിനു മുൻപ് ഇൻക ചക്രവർത്തിയുടെ കൊട്ടാരവും മറ്റേതാനും ശിലാമന്ദിരങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്പെയിൻകാർ വലിയ തോതിൽ കുസ്കോയിലേക്ക് കുടിയേറിയതോടെ ദേവാലയങ്ങളും സത്രങ്ങളുമെല്ലാം പ്ലാസയ്ക്ക് ചുറ്റിലുമായി ഉയർന്നു. 18-ാം നൂറ്റാണ്ടിൽ പ്ലാസയുടെ ഒരു കോണിൽ വലിയൊരു ചന്തയും പ്രവർത്തിച്ചിരുന്നു. ഇൻകാകളിൽ നിന്നും മറ്റ് അമേരിന്ത്യൻ ഗോത്രവിഭാഗങ്ങളിൽ നിന്നും തങ്ങൾക്ക് നേരെ ഭീഷണി ഉയരുമ്പോഴെല്ലാം സ്പെയിൻകാർ ശിക്ഷാവിധികൾ പരസ്യമായി നടപ്പാക്കിയിരുന്നത് ഈ പ്ലാസയിൽ വെച്ചാണ്. 1572 സാപ്പ ഇൻകകളുടെ അവസാനത്തെ നേതാവ് തുപ്പാക് അമരുവിനെ സ്പെയിൻകാർ വധിച്ചതും ഇവിടെ വച്ചാണ്. പ്ലാസയിൽ തടിച്ചുകൂടിയ 10,000-ഓളം ഇൻകകളുടെ വിലാപമുയരുമ്പോഴാണ് സ്പെയിൻകാർ തുപ്പാക് അമരുവിനെ വധിച്ചത്. സ്ക്വയറിൽ ഇങ്ങനെ ചില ആളുകളെ കാണാം. മെനു കാർഡ് കാണിച്ച് വിഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് റെസ്റ്റോറന്റുകളിലേക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നവരാണ്. ഈ സ്ത്രീ പ്ലാസയുടെ ഓരത്തു നിന്ന് എനിക്ക് വേണ്ടി ഒരു ടൂർ ബുക്ക് ചെയ്ത് തരികയാണ്. ഒരു ഡബിൾ ഡക്കർ ബസിന്റെ ടൂർ ഏജന്റാണിവർ. ടിക്കറ്റ് വാങ്ങി ഞാൻ 25 സോൾ നൽകി. മറ്റൊരാൾ എന്നെയും കൂട്ടി നടപ്പു തുടങ്ങി. ബസ് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ബസ് എന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ എന്നാണ് അയാൾ പറഞ്ഞത്. പല ഇടത്തെരുവുകൾ പിന്നിട്ടു കഴിഞ്ഞു. മുൻപേ പോകുന്നയാൾ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്. പല പ്ലാസുകൾ കടന്നു. ഞാൻ നടന്നു വലഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
വേഗത്തിലുള്ള നടപ്പാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വിശദമായി ഷൂട്ട് ചെയ്യാൻ പോലും ആവുന്നില്ല. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു സ്ട്രീറ്റിന്റെ അങ്ങേയറ്റത്ത് ഒരു ഡബിൾ ഡക്കർ ബസ് കിടക്കുന്നത് കണ്ടു. അതായിരിക്കാം എനിക്കുള്ള ബസ്സെന്ന് ഊഹിച്ചു. എന്റെ വഴികാട്ടി ഫോൺ ചെയ്തത് ബസ്സിലെ ഡ്രൈവറെ ആയിരുന്നിരിക്കണം. എന്നെ കയറ്റാനായി ബസ് വേഗം കുറച്ചു വന്നതാണ്. ബസ്സിലേക്ക് കയറി. അപ്പർ ഡെക്കിൽ ഒരു സീറ്റ് മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അതിൽ ഇരിപ്പുറപ്പിച്ചു. ഞാൻ നടന്ന കുസ്കോയുടെ ഇടത്തെരുവുകളിലൂടെയും പ്ലാസയുടെ ഓരങ്ങളിലൂടെയുമെല്ലാം ബസ് ഒന്നുകൂടി കറങ്ങുകയാണ്. തെരുവുകൾ വീണ്ടും കാണാനല്ല ഞാൻ ബസ്സിൽ കയറിയത്. നടന്ന് കാലുകൾ കുഴഞ്ഞിരുന്നു. സീറ്റിലിരുന്ന് കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ നല്ല സുഖം. ലാ മെർസഡ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന മൈനർ ബസിലിക്ക ഓഫ് മേഴ്സി ആണിത്. അതിനു മുന്നിലൂടെയുള്ള മാൻതാസ് തെരുവ്. ഇതുവഴിയൊക്കെ രാവിലെ ഞാൻ നടന്നതാണ്. ഇടതിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഡബിൾ ഡക്കർ ബസിന്റെ മുകളിലിരുന്നുള്ള ഷൂട്ടിംഗ് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ബസ് ഇപ്പോൾ സോൾ അവന്യൂവിലേക്ക് കയറിയിരിക്കുന്നു. നീളം കുറഞ്ഞ ബസ്സാണ്. അതുകൊണ്ട് തന്നെ അതിനു മുകളിലിരുന്നുള്ള ഷൂട്ടിംഗ് തെല്ല് ശ്രമകരമാണ്. തുള്ളിത്തെറിച്ചാണ് ബസ് നീങ്ങുന്നത്. ബസിന്റെ കുലുക്കം ക്യാമറയിൽ അനുഭവപ്പെടാത്ത വിധം കൈകളെ ഷോക്ക് അബ്സോർവറായി ഉപയോഗിച്ചുകൊണ്ടാണ് ഷൂട്ടിംഗ്. പല പല തെരുവുകൾ. 16-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപപ്പെട്ട തെരുവുകളാണെല്ലാം. ബസ് നിറയെ ആളുകളുണ്ട്. ടൂറിസ്റ്റുകൾക്കായി സർവീസ് നടത്തുന്ന ഇത്തരം കുറേ ബസ്സുകളുണ്ടിവിടെ. സോൾ അവന്യൂവിന്റെ ഓരത്ത് ഇങ്ങനെ ചില മ്യൂറലുകൾ കാണാം. കുസ്കോ മ്യൂറൽസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇൻകാ സാമ്രാജ്യത്തെ തകർത്ത സ്പാനിഷ് അധിനിവേശവും തുടർന്നുള്ള കാലഘട്ടവുമെല്ലാം ചിത്രത്തിലുണ്ട്. അത് പിന്നിടുന്നതോടെ ഒരു പാർക്കിന് സമീപത്തേക്ക് എത്തുന്നു. ഓർലാന പുമാക് ചുപ്പൻ പാർക്ക്. ഇവിടെ ചില സ്മാരകങ്ങളും മറ്റും കാണാം. കുസ്കോ നഗരത്തിലെ താരതമ്യേന ചെറിയ പാർക്കാണ് പുമാക് ചുപ്പൻ. അതിനെ ഒന്ന് ചുറ്റിയാണ് ബസ് കടന്നു പോകുന്നത്. ചെറിയ സത്രങ്ങൾ, സലൂണുകൾ, ലോണ്ടറികൾ എന്നിവയെല്ലാം ഈ കെട്ടിടങ്ങളിലുണ്ട്. ബാക്ക് പാക്കേഴ്സായ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നതാണ് അതെല്ലാം. ഞാൻ അല്പം മുൻപ് സന്ദർശിച്ച കോറിക്കഞ്ച എന്ന ചരിത്രാവശിഷ്ടവും അതിനുമേലെ നിർമ്മിതമായ സാന്തോ ഡൊമിംഗോ പള്ളിയും മൊണാസ്ട്രിയും കാണാം. പാതയോരത്ത് ഒരു മ്യൂസിയത്തെ അടിയിൽ ഒതുക്കി നിൽക്കുന്ന മൈതാനം. സ്പാനിഷ് വാസ്തുവിദ്യാ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് എങ്ങും കാണുന്നത്. സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിന്റെ കോട്ടമതിൽ പോലെയുള്ള ചുമരാണിത്. തൊട്ടപ്പുറം മറ്റൊരു നീളൻ കെട്ടിടം കാണാം. കുസ്കോയുടെ മ്യൂസിയം ഓഫ് കണ്ടംപററി ആർട്ടാണത്. വീണ്ടും ഇടത്തെരുവുകളിലൂടെയുള്ള യാത്ര. മുന്നിൽ മറ്റൊരു പള്ളിയുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ നഗരത്തിൽ നിരവധി പള്ളികൾ കണ്ടുകഴിഞ്ഞു. സ്ക്വയറുകൾ, പല തട്ടുകളായുള്ള വെളിം പ്രദേശങ്ങൾ, അതിനെ അതിരിടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ. ഡൗൺ ടൗണിലെ പ്രൗഢിയാർന്ന നിർമ്മിതികളുടെ കാഴ്ച അവസാനിക്കുന്നതോടെ അത്രയൊന്നും ചന്തമില്ലാത്ത കെട്ടിടങ്ങൾ മുന്നിലേക്ക് എത്തുന്നു.
ഇദ്ദേഹമാണ് ബസ്സിലെ ഗൈഡ്. വഴിയോരത്തെ കാഴ്ചകളെപ്പറ്റി വിശദീകരിക്കുന്നതും ബസ്സിലേക്ക് ആളെ കയറ്റുന്നതുമെല്ലാം ഇദ്ദേഹത്തിന്റെ ജോലിയാണ്. വിവരണം കൂടുതലും സ്പാനിഷിലാണ്. ഞാൻ ഉൾപ്പെടെ ഏതാനും പേരേയുള്ളൂ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടവർ. അതുകൊണ്ട് തന്നെ 10 വാചകങ്ങൾ സ്പാനിഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഇംഗ്ലീഷിൽ ഒറ്റ വാചകത്തിലാക്കി പറയും ഗൈഡ്. ഗൈഡിന്റെ ഇംഗ്ലീഷ് ആകട്ടെ അത്ര വ്യക്തവുമല്ല. ഇനി ഒരു മലകയറ്റം തുടങ്ങുകയാണ്. അതിനു മുൻപായി ബസ് ഒന്ന് നിർത്തി. മുന്നിൽ ഒരു വീട് കാണാം. ഇത് പട്ടണത്തിലെ ഒരു പ്രേതഭവനമാണത്രേ. ഏതോ പ്രമുഖയായ സ്ത്രീക്ക് ദുർമരണം സംഭവിച്ച വീട്. രാത്രിയിൽ അവിടെ പ്രേതശല്യം ഉണ്ടാവാറുണ്ടെന്നാണ് ഗൈഡ് പറയുന്നത്. ബസ് നീങ്ങുമ്പോൾ ഗൈഡ് ഒരു ഓഫർ കൂടി വെച്ചു. ഈ ബസ്സിലെ യാത്രക്കാർക്ക് ഇതിലെ ടിക്കറ്റുമായി അർദ്ധരാത്രിയിൽ വന്നാൽ ആ വീട്ടിൽ കയറി പ്രേതമുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഇക്കാണുന്നത് സാൻ ക്രിസ്റ്റോബാൾ പള്ളിയാണ്. അതിനു സമീപം സാൻ ക്രിസ്റ്റോബാൾ പ്ലാസ എന്ന മൈതാനം. അതൊക്കെ പിന്നിട്ട് യാത്ര തുടരുമ്പോൾ താഴ്വാരത്ത് കുസ്കോ നഗരം പരന്നുകിടക്കുന്നത് കാണാം. ഓടിട്ട മേൽക്കൂരകൾ മാത്രമേ കാണുന്നുള്ളൂ. ഭൂരിഭാഗം കെട്ടിടങ്ങളുടെയും മേൽക്കൂരയിൽ ചുവന്ന സ്പാനിഷ് ടൈലുകളാണ് പാകിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കാഴ്ചയിലേക്ക് എത്തുകയായി. ഒരു ചരിത്ര സ്ഥലമാണിത്. സാക്സായി വാമൻ എന്ന ഇൻകാ നിർമ്മിതികളുടെ കോംപ്ലക്സ്. ഇൻകാ സംസ്കാരത്തിന്റെ സുവർണ കാലഘട്ടത്തിൻ്റെതായി ഇന്ന് കുസ്കോയിൽ അവശേഷിക്കുന്ന ഏറ്റവും വിപുലമായ നിർമ്മിതി ഇതാണ്. 13-ാം നൂറ്റാണ്ടിൽ ഇൻകകൾ നിർമ്മിച്ച ഒരു സിറ്റാഡലായിരുന്നു ഇത്. അതിശക്തമായ കോട്ടയ്ക്കുള്ളിലെ ചെറുപട്ടണം. ഇൻകകളുടെ വരവിനു മുൻപ് കിൽക്കെ എന്ന ജനസമൂഹത്തിന്റെ കേന്ദ്രമായിരുന്നു സാക്സായി വാമൻ. AD 900-ൽ ഇവിടെ വാസം തുടങ്ങിയ കിൽക്കകളെ 13-ാം നൂറ്റാണ്ടിൽ കുസ്കോയിലെത്തിയ ഇൻകകൾ പരാജയപ്പെടുത്തി. ഈ പ്രദേശം പിടിച്ചെടുത്ത ഇൻകകൾ ശക്തമായൊരു കോട്ടനഗരമായി ഇവിടം മാറ്റുകയാണ് ഉണ്ടായത്. നടന്നു പോകുന്ന ആളുകളെ കല്ലുകളുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ശിലാഖണ്ഡത്തിന്റെയും ഭീമാകാരത്വം വ്യക്തമാവും. 13-ാം നൂറ്റാണ്ടിൽ ഇൻകകൾ വിദൂരത്തെ ക്വാറികളിൽ നിന്നും ഇത്രയും വലിയ കല്ലുകൾ ഈ മലമുകളിലേക്ക് എത്തിച്ചതിന്റെ അധ്വാനം എത്രയാവുമെന്ന് ചിന്തിക്കുക. 100 പേർ വരെയുള്ള സംഘങ്ങൾ പ്രത്യേകതരം വടത്തിൽ കെട്ടിവലിച്ചാണ് ഇത്തരം ഓരോ കല്ലുകളും ഇവിടെ എത്തിച്ചതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ബസ്സിൽ നിന്നിറങ്ങിപ്പോയി സാക്സായി വാമൻ ഷൂട്ട് ചെയ്യാനുള്ള നേരമില്ല. അതിനാൽ ബസ്സിൽ ഇരുന്നു തന്നെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാനേ എനിക്കായുള്ളൂ. 5 മിനിറ്റ് നേരം അവിടെ നിർത്തിയിട്ട ബസ് വീണ്ടും യാത്ര തുടർന്നു. ഇനി പെറൂവിയൻ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടാണ് യാത്ര. അമേരിന്ത്യൻ ഗോത്രക്കാർ വസിക്കുന്ന നിരവധി ഗ്രാമങ്ങൾ. ആൻഡീസ് പർവ്വതനിരയുടെ ഭാഗമായ പ്രദേശങ്ങൾ തന്നെയാണ് ഇതെല്ലാം. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണിവിടെ. യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളും പുൽമേടുകളും മേഞ്ഞു നടക്കുന്ന കുതിരകളുമെല്ലാമാണ് ഇവിടുത്തെ കാഴ്ച. പുൽമേടുകളാണ് കൂടുതലും എന്നതിനാൽ കന്നുകാലി വളർത്തലാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവനമാർഗം. ടൂറിസ്റ്റുകൾ കുതിരസവാരിക്കായി എത്താറുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഇത്. പെറുവിന്റെ ഉൾനാടുകൾ ഇങ്ങനെയാണ്. ആൻഡീസ് പർവ്വതത്തിന്റെ ഭാഗങ്ങളാകയാൽ തെല്ലൊരു വരണ്ടതും പാറകൾ നിറഞ്ഞതുമായ പ്രകൃതി. ചിലയിടത്തേക്കെത്തുമ്പോൾ താഴ്വരകളുടെ കാഴ്ച അതിമനോഹരമാണ്. പെറുവിന്റെ ആകെത്തന്നെ ഭൂപ്രകൃതിയുടെ സ്വഭാവം ഇതാണ്. സമതല പ്രദേശം നന്നേ കുറവ്. എവിടെയും കാണുക ആൻഡീസിന്റെ ഞൊറിവുകളാണ്. കുന്നിൻ ചെരുവുകളിൽ ഓടുമേഞ്ഞ ഒറ്റപ്പെട്ട വീടുകൾ. നഗരങ്ങളിൽ മാത്രമേ ആളുകൾ തിങ്ങിപ്പാർക്കുന്നുള്ളൂ. ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ ഒറ്റതിരിഞ്ഞ വീടുകളിലാണ് കർഷകരുടെ വാസം. ഗോതമ്പും ചോളവും കൃഷി ചെയ്തും ആടിനെയും പശുവിനെയും വളർത്തിയും അവർ കഴിഞ്ഞുകൂടുന്നു. ഗ്രാമങ്ങളിലെ വീടുകൾ ലിമയിലും കുസ്കോയുടെ ഹിസ്റ്റോറിക് സെന്ററിലും കണ്ടതുപോലെ സ്പാനിഷ് കൊളോണിയൽ ശൈലിയിലല്ല. മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച സാധാരണ കെട്ടിടങ്ങൾ. അവയുടെ ഭിത്തി പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നതും മണ്ണുകൊണ്ട് തന്നെ. പൊതുവെ ദരിദ്രരാണ് പെറുവിലെ ഗ്രാമീണർ. വികസനം നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ആ ദാരിദ്ര്യത്തിന് പ്രധാന കാരണം. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും പെറുവിയൻ ഗ്രാമങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ്.
ആൻഡീസിലെ പെറൂവിയൻ ഗ്രാമങ്ങളിൽ നിരക്ഷരതയുടെ തോത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. പല ഗ്രാമങ്ങളിലും മുഴുവൻ സ്ത്രീകളും അക്ഷരാഭ്യാസമില്ലാത്തവരാണെന്നതാണ് മറ്റൊരു കാര്യം. പെറുവിന്റെ മലമ്പ്രദേശ ഗ്രാമങ്ങളുടെ രൂപം ഇതാണ്. കുന്നിൻ ചെരുവുകളിൽ കുറെ ചെറുവീടുകൾ. അവിടെ ഒരിടത്ത് ബസ് നിന്നു. ഇവിടെ ആളുകൾക്കിറങ്ങാം. ഇവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിലെ ഒരു കാഴ്ചയിലേക്ക് നടന്നു പോകാം എന്നാണ് ഗൈഡ് പറഞ്ഞത്. വൈലാർ കോച്ച ഗ്രാമം. ഏതാനും ചെറു മൺവീടുകളുള്ള ഗ്രാമം. വീടുകൾക്കരികിലൂടെ നടന്നെത്തുന്നത് ചെറിയൊരു തടാകത്തിനരികിലേക്കാണ്. ഒരു ഗോത്രാചാരം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ വേലിക്കെട്ടിനകത്ത് ഇങ്ങനെ കുറച്ചുപേരുണ്ട്. ആൻഡീസ് പർവ്വതമേഖലയിലെ വളർത്തുമൃഗമായ ലാമയാണ്. ഇങ്ങനെ കാണുമ്പോൾ കഴുത്തുനീണ്ട ചെമ്മരിയാടാണെന്ന് തോന്നും. പക്ഷേ ഇത് ആടുകളല്ല, ഒട്ടക കുടുംബത്തിലെ ഒരു വിഭാഗമാണ്. മാംസത്തിനും പാലിനും രോമത്തിനും വേണ്ടിയാണ് ചരിത്രാതീത കാലം മുതൽ ആൻഡിയൻ ജനങ്ങൾ ഇവയെ വളർത്തുന്നത്. വൈലാർ കോച്ച ഗ്രാമത്തിലെ കൂടുതൽ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.